കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികൂല സാഹചര്യത്തിൽ കടന്നു പോകുന്നത് വൈദ്യുതി ക്ഷാമമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഏറ്റുവാങ്ങുന്നതും നമ്മുടെ വൈദ്യുത മന്ത്രിക്ക് നമ്മുടെ സണ്ണി ജോസഫാണ്. അദ്ദേഹം ഇന്ന് സഭയിൽ പറയുകയുണ്ടായി, അതായത് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനവും അല്ലെങ്കിൽ വരൾച്ച മൂലം ഈ വൈദ്യുതി ഉൽപാദനം ഏറെ പിന്നോട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരമാവധി ഈ ഉപഭോക്താക്കൾ നിയന്ത്രിച്ച് ഈ ഒരു വൈദ്യുതി ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം സഭയിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പക്ഷേ അതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നിന്ന് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിനെതിരെയും ആക്ഷേപങ്ങൾ കൂടുതലായി വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു കുറെ ഈ പറഞ്ഞ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആയിരുന്നു ആ ഇരുണ്ട കാലത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കാലത്ത് ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറഞ്ഞൊരു നറേറ്റീവ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം വോട്ടെണ്ണൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഇതിന്റെ വോട്ട് എണ്ണിത്തീരുന്നതിന് മുൻപ്, അതായത് വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ ലോഡ് ഷെഡിങ് ആരംഭിച്ചു. എല്ലാ ജില്ലകളിലും ഇത്ര നിശ്ചിത സമയം ലോഡ് ഷെഡിങ് ആയിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഒരു PR ക്യാമ്പയിന്റെ ഭാഗമായി ഇലക്ഷൻ കഴിയുന്നത് വരെ അത് നിർത്തിവെച്ച് അതിനുശേഷം വീണ്ടും ലോഡ് ഷെഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ വ്യക്തമാണ് കേരളത്തിൽ വൈദ്യുതി ക്ഷാമം എന്ന് പറയുന്നത് അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2024-25 കാലയളവിൽ ദൈനംദിന വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 115.94 മില്യൺ യൂണിറ്റ് ആയിരുന്നു. അത് ഇപ്പോൾ സണ്ണി ജോസഫ് വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ പരിശോധിക്കുകയാണെങ്കിൽ 117.16 മില്യൺ യൂണിറ്റായി മാറിയിട്ടുണ്ട്. അതായത് 1.2 മില്യൺ യൂണിറ്റിന്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കണക്കുകളാണ് പറയുന്നത്. അതായത് വൈദ്യുതി ഉപഭോഗം ഭയങ്കരമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ സ്കേഴ്സ് ആയിട്ട് കിട്ടുന്ന ഒരു റിസോഴ്സാണ്. നമുക്ക് ഈ പറയുന്ന പോലെ റിന്യൂവബിൾ ആയിട്ടുള്ള സോളാർ എനർജി പോലുള്ള ഒരു സിസ്റ്റം അല്ല. നമുക്ക് ഇത് നമ്മുടെ വാട്ടർ പ്ലാന്റുകളിൽ നിന്നും ഒക്കെ പവർ പ്ലാന്റുകളിൽ നിന്ന് ശേഖരിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അതിന് കൃത്യമായ മഴ ലഭിക്കണം, അതിൻ്റെതായ സംവിധാനങ്ങൾ ഉണ്ടാവണം, അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പീക്ക് ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറയുന്നത് ഒരു 5836 മെഗാവാട്ടിൽ നിന്ന് 6195 മെഗാവാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വെറുതെ കണക്കുകളല്ലേ, പണ്ടത്തെ സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷമായിരുന്ന അന്നത്തെ UDF എന്തിന് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നു എന്ന് ചോദിക്കാം. പക്ഷെ ഈ പറഞ്ഞ പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയില്ലേ. ഇതിലെ പ്രധാനപ്പെട്ട കാരണമായി സണ്ണി ജോസഫ് പറയുന്നത് വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്. ഇപ്പോൾ നമ്മൾ മഴക്കാലമായതുകൊണ്ട് ഇത് മുഴുവൻ വെള്ളമല്ലേ, നമ്മൾ കാണുന്ന മൊത്തം വെള്ളമല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അണക്കെട്ടുകളിലെ വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് പകുതിയിലും താഴെ പോയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ കാലയളവിൽ 47% അണക്കെട്ടുകളിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 21% മാത്രമാണ്. അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകി വന്നാലല്ലേ അത് ഇലക്ട്രിസിറ്റിയെ മാറ്റാനുള്ള സാഹചര്യമുള്ളൂ. അപ്പോൾ മഴയുടെ കുറവുണ്ട്. ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഇതിൽ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായി വൈദ്യുതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് കൊടുത്തത്? നാഷണൽ ഗ്രിഡിൽ നിന്ന് വാങ്ങിയ വൈദ്യുതിയുടെ കണക്ക് കൂടി ചേർത്തുകൊണ്ടാണ് ഇത് ചെയ്തത്. ഈ നാഷണൽ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. എല്ലാം പോട്ടെ, പവർ പർച്ചേസ് എഗ്രിമെന്റ് എന്നൊരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണക്കടയിൽ നമ്മൾ ഇന്ന് കുറച്ച് പണം കൊടുത്ത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ സ്വർണം എടുക്കാൻ പോകുമ്പോൾ ഏത് വിലയാണോ കുറവ് ആ വിലയ്ക്ക് നമുക്ക് സ്വർണം വാങ്ങാം എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഈ പവർ പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേമിൽ ഒപ്പുവെക്കുന്ന എഗ്രിമെന്റ് ആണ്. അതായത് ഒരു 10, 20, 25 വർഷത്തെ ധാരണയാണ് ഒപ്പുവെക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു 10 വർഷം മുൻപത്തെ വൈദ്യുതി വിലയല്ല 10 വർഷത്തിന് ശേഷമുള്ള വൈദ്യുതി വില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ 10 വർഷം മുൻപ് ആണ് ഈ കരാറിൽ ഒപ്പിട്ടിരുന്നത് എങ്കിൽ ഈ 15 വർഷത്തിന് ശേഷം വൈദ്യുതി കൂടിയാൽ പോലും
ഈ പറഞ്ഞ കൂടിയ റേറ്റ് അല്ല, ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും നമുക്ക് വൈദ്യുതി കിട്ടുക. അപ്പോൾ ഈ പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഒപ്പുവെക്കേണ്ടത് എപ്പോഴായിരുന്നു? അതായത് 10 വർഷം മുൻപ് ഈ പറഞ്ഞ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരുന്നു. കൃത്യമായ ഇപ്പൊ എഗ്രിമെന്റ് എന്നല്ല, മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് പാത്തോ ഓൾട്ടർനേറ്റീവ് വേയോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതുപോലുള്ള കരാറുകൾ കണ്ടെത്താൻ, എഗ്രിമെന്റുകൾ കണ്ടെത്താൻ മുൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയില്ലായിരുന്നു. അതെ, അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം ഈ ഒരു ജനങ്ങളോടൊരു ഉപാധി മുന്നോട്ട്, അല്ലെങ്കിൽ നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് കഴിവതും ഇതിൻ്റെ ഉപയോഗം, വൈദ്യുതിയുടെ ഉപയോഗം കുറച്ച് വരിക. അതിൻ്റെ ഭാഗമായി എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന 2 AC-യിൽ ഒരു AC ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അതുപോലെ 1-2 ലൈറ്റുകൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. എന്നെ പോലെ മറ്റുള്ളവരും ഇതുപോലെ വൈദ്യുതി എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ഈ കൂടംകുളം അല്ലെങ്കിൽ നമ്മുടെ മണിയാർ ഇതുണ്ടല്ലോ, മണിയാർ ഡാം, അതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു അഡ്വൈസിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമാണത്. ഇപ്പൊ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരാണെങ്കിലും, ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, പൊതുവിടത്തിൽ സംസാരിക്കാൻ സ്പേസ് ഉള്ള എല്ലാവരും അഡ്വക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഒരു 10 വാട്ട് യൂസ് ചെയ്യുന്ന ദിവസം 5 കുറച്ച് കഴിഞ്ഞാൽ അത്രയും വൈദ്യുതി കുറയുകയാണ്. നാളെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക, അത് വളരെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് കൃത്യമായ അവയർനെസ് കൊടുക്കാൻ സാധിക്കുക. ഇപ്പോൾ ആഷിഖ്, വൈകിട്ട് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് പീക്ക് ഇലക്ട്രിസിറ്റി ടൈം എന്നറിയോ? ഒരു 6 to 10. അതെ, എത്ര പേർക്ക് ഇത് അറിയാമായിരിക്കും? ഈ പറഞ്ഞ 6 to 10 യൂസ് ചെയ്യുന്നത് വളരെ സമ്മർദ്ദമാണ് ഈ പറഞ്ഞ KECBക്ക് ചെലുത്തുന്നത് എത്ര പേർക്ക് അറിയാമായിരിക്കും? ഈ അവയർനെസ് കൊടുക്കാൻ KECBക്ക് സാധിക്കുന്നുണ്ടോ? പണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും സാധിക്കുന്നില്ല. അത് നമ്മൾ ആരെയും ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഈ പറഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് അവർ കരാറിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഈ സമയത്ത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയില്ലേ? അപ്പോൾ ഇന്ന് കരാറിൽ ഒപ്പിട്ടാൽ അടുത്ത 10 വർഷങ്ങൾ ഭദ്രമല്ലേ? അതിനും ഈ പറഞ്ഞ സർക്കാർ മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും പറയുന്ന പോലെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് എന്താണ് ചെയ്യാൻ കഴിയുക? ഇപ്പൊ പ്രതിപക്ഷം വെറുതെ ഇരുന്ന് പ്രതിഷേധവുമായും ഈ പറഞ്ഞ വിമർശനങ്ങളുമായും മുന്നോട്ട് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക, കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക. അതാണ് നമുക്കിപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോഴും ഇനി അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇനി ഭാവിയിലേക്കുള്ള, അല്ലെങ്കിൽ ഇനി വരുന്ന 5-10 വർഷങ്ങളിലേക്ക് ഇപ്പോൾ കൊടും വരൾച്ച ഒരു അത്യാവശ്യം നേരിടുന്ന ഒരു സമയമായിരുന്നു. അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊടും വരൾച്ചയായിരുന്നു. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജലസംഭരണിയിൽ ആ ഒരു അളവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ദൈനംദിനമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോയിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇനി അതിനെ ഓവർകം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള മിച്ചമുള്ള ഒരു എനർജി ഇനി അത് വേസ്റ്റ് ആക്കാതെ കഴിവതും അതിനെ ആവശ്യമുള്ള രീതിയിൽ അതിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ള ഒരു മാർഗം.